ബദാം പാലിൽ സ്വാഭാവികമായും കലോറി കുറവാണ്, പ്രത്യേകിച്ച് മധുരമില്ലാത്ത ഇനങ്ങൾ. ഇത് ശരീരഭാരം കുറയ്ക്കാനോ നിലനിർത്താനോ ശ്രമിക്കുന്നവർക്ക് ഇത് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. മുഴുവൻ പാലിൽ നിന്ന് വ്യത്യസ്തമായി, ഇതിൽ പൂരിത കൊഴുപ്പും കുറഞ്ഞ കലോറിയും അടങ്ങിയിട്ടില്ല. ബദാം പാൽ സസ്യാധിഷ്ഠിതവും പൂർണ്ണമായും പാലുൽപ്പന്നങ്ങളില്ലാത്തതുമാണ്. ഇത് സസ്യാഹാരികൾക്കും ലാക്ടോസ് അസഹിഷ്ണുതയോ പാലുൽപ്പന്ന അലർജിയോ ഉള്ളവർക്കും അനുയോജ്യമാക്കുന്നു. ദഹന അസ്വസ്ഥതകൾ ഉണ്ടാക്കാതെ പശുവിൻ പാലിന് മികച്ച ഒരു ബദൽ നൽകുന്നു. വിറ്റാമിൻ ഇയുടെ മികച്ച ഉറവിടമാണ് ബദാം പാൽ. ചർമ്മത്തിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തമായ ആന്റിഓക്സിഡന്റ്. ഒരു കപ്പ് വിറ്റാമിൻ ഇയുടെ ദൈനംദിന ആവശ്യങ്ങളുടെ 50% വരെ ഒരു കപ്പ് നൽകാൻ കഴിയും. മധുരമില്ലാത്ത ബദാം പാലിൽ കൊളസ്ട്രോൾ ഇല്ല, വളരെ കുറച്ച് പൂരിത കൊഴുപ്പ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഇത് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കും. ബദാമിൽ നിന്നുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ മോശം കൊളസ്ട്രോൾ (LDL) അളവ് കുറയ്ക്കാനും ഹൃദയപ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വാണിജ്യ ബദാം പാൽ സാധാരണയായി കാൽസ്യം, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി12 തുടങ്ങിയ പോഷകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കപ്പെടുന്നു. ഇത് പാലുൽപ്പന്നങ്ങളുടെ പോഷക പ്രൊഫൈലുമായി പൊരുത്തപ്പെടുന്നതിനോ കവിയുന്നതിനോ സഹായിക്കുന്നു. അസ്ഥികളുടെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനം, രോഗപ്രതിരോധ പ്രവർത്തനം എന്നിവയെ പിന്തുണയ്ക്കാൻ ഈ കൂട്ടിച്ചേർക്കലുകൾ സഹായിക്കുന്നു. പശുവിൻ പാലിൽ നിന്നോ സോയ പാലിൽ നിന്നോ വ്യത്യസ്തമായി, ബദാം പാലിൽ വളരെ കുറച്ച് പ്രോട്ടീൻ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ, സാധാരണയായി ഒരു കപ്പിന് 1 ഗ്രാം മാത്രം. പ്രോട്ടീൻ സ്രോതസ്സായി പാലിനെ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക്, അതായത് അത്ലറ്റുകൾ, വളരുന്ന കുട്ടികൾ, പ്രായമായവർ എന്നിവർക്ക് ഇത് അനുയോജ്യമല്ല. രുചിയുള്ളതോ മധുരമുള്ളതോ ആയ ബദാം പാലിൽ ഗണ്യമായ അളവിൽ പഞ്ചസാര അടങ്ങിയിരിക്കാം. ഇത് അമിതമായി കഴിച്ചാൽ ശരീരഭാരം, ഇൻസുലിൻ പ്രതിരോധം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. എല്ലായ്പ്പോഴും ലേബലുകൾ പരിശോധിക്കുകയും സാധ്യമാകുമ്പോഴെല്ലാം മധുരമില്ലാത്ത പതിപ്പുകൾ തിരഞ്ഞെടുക്കുക. ബദാം പാൽ ബദാമിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്, അതിനാൽ മരക്ഷണ അലർജിയുള്ള വ്യക്തികൾക്ക് ഇത് സുരക്ഷിതമല്ല. ചെറിയ അളവിൽ പോലും ഗുരുതരമായ അലർജി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകും. നട്ട് സെൻസിറ്റിവിറ്റി ഉള്ളവർ ബദാം അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ബദാം കൃഷിക്ക് വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്, പ്രത്യേകിച്ച് കാലിഫോർണിയ പോലുള്ള ജലസ്രോതസ്സുകൾ പരിമിതമായ പ്രദേശങ്ങളിൽ. പാലുൽപ്പന്നങ്ങളേക്കാൾ കുറഞ്ഞ കാർബൺ കാൽപ്പാടുകൾ ബദാം പാലിലുണ്ടെങ്കിലും അതിന്റെ ജല കാൽപ്പാടുകൾ സുസ്ഥിരതാ ആശങ്കകൾ ഉയർത്തുന്നു. ചില കടകളിൽ നിന്ന് വാങ്ങുന്ന ബദാം പാൽ ഉൽപ്പന്നങ്ങളിൽ ഘടനയും ഷെൽഫ് ലൈഫും മെച്ചപ്പെടുത്തുന്നതിന് കാരജീനൻ, ഗം അല്ലെങ്കിൽ കൃത്രിമ സുഗന്ധങ്ങൾ പോലുള്ള അഡിറ്റീവുകൾ അടങ്ങിയിരിക്കുന്നു. ഈ അഡിറ്റീവുകൾ സെൻസിറ്റീവ് വ്യക്തികളിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചില സന്ദർഭങ്ങളിൽ വീക്കം ഉണ്ടാക്കുകയോ ചെയ്തേക്കാം. കുറഞ്ഞ കലോറി, ലാക്ടോസ് രഹിതം, വിറ്റാമിൻ ഇ എന്നിവയാൽ സമ്പുഷ്ടം എന്നിവയുൾപ്പെടെ നിരവധി ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ജനപ്രിയ പാലുൽപ്പന്ന ബദലാണ് ബദാം പാൽ. എന്നിരുന്നാലും കുറഞ്ഞ പ്രോട്ടീൻ ഉള്ളടക്കം, അലർജിയുണ്ടാക്കാനുള്ള സാധ്യത, വാണിജ്യ പതിപ്പുകളിൽ പഞ്ചസാരയുടെയോ അഡിറ്റീവുകളുടെയോ സാന്നിധ്യം തുടങ്ങിയ ദോഷങ്ങളുമുണ്ട്. അനാവശ്യ ചേരുവകൾ ഇല്ലാതെ മധുരമില്ലാത്തതും ഫോർട്ടിഫൈഡ് ചെയ്തുമായ ബദാം പാൽ തിരഞ്ഞെടുക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കുന്നതിനൊപ്പം അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ ആസ്വദിക്കാനും നിങ്ങളെ സഹായിക്കും.